ഉമ്മയുടെ സ്മരണയും. ഉമ്മ മണ്ണടിഞ്ഞ മണ്ണിൽ വീണുകിടന്ന കണ്ണീർത്തുള്ളികൾ പോലും ആ പിഞ്ചുമക്കൾക്ക് നഷ്ടമായിരുന്നു. അബ്ദുല്ലയ്ക്ക് 12ഉം ആയിഷയ്ക്ക് 7 വയസ്സ്. ഉമ്മയുടെ ഖബറിൽ വെച്ച മൺവെട്ടി ശബ്ദം ഇന്നും അബ്ദുല്ലയുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങുന്നുണ്ട്. ആ ശബ്ദത്തോടെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂരമായ അധ്യായം തുടങ്ങുന്നത്. ഭക്ഷണമില്ലാത്ത പകലുകൾ, വീട്ടിൽ ഒരു പിഞ്ചുനാവ് പോലും നനയാൻ വെള്ളമില്ലാത്ത അവസ്ഥ, അയൽവീടുകളിൽ നിന്ന് എറിഞ്ഞുതരുന്ന ഉച്ഛിഷ്ടം കഴിച്ചായിരുന്നു അവരുടെ പല ദിവസങ്ങളും. ഒരിക്കൽ ഒരു ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ കിടന്ന അബ്ദുല്ല വിശപ്പ് സഹിക്കാനാവാതെ വീടിനടുത്തുള്ള കാട്ടിൽ പോയി വിഷം വരാത്ത പഴങ്ങൾ തേടി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് ആയിഷ വിശപ്പ് കൊണ്ട് തളർന്ന് ഉമ്മയുടെ പഴയ മുഷിഞ്ഞ സാരിത്തുമ്പിൽ ചുരുണ്ടുകൂടി കിടക്കുന്നതാണ്. ആ കാഴ്ച കണ്ടപ്പോൾ അബ്ദുല്ലയുടെ നെഞ്ചിൽ നിന്ന് ഒരു അലർച്ച പുറത്തേക്ക് വന്നു. "നീ പോയപ്പോൾ ഞങ്ങളെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ?" അവൻ ആകാശത്തേക്ക് നോക്കി അലറിക്കരഞ്ഞു. ശൈത്യവും വസ്ത്രമില്ലാത്ത രാവുകളും. മഴക്കാലം വന്നാൽ പിന്നെ ഭയമാണ്. മേൽക്കൂര പൊളിഞ്ഞ ആ വീട് കാറ്റിനെ തടയാൻ ശേഷിയില്ലാത്തതായിരുന്നു. നനഞ്ഞ പായയിലിരുന്നു അവർ പരസ്പരം കെട്ടിപ്പിടിക്കും. അബ്ദുല്ല തന്റെ ശരീരത്തോട് ആയിഷയെ ചേർത്ത് പിടിക്കും. തണുപ്പ അസ്ഥികളിലേക്ക് തുളച്ചു കയറുമ്പോൾ ആയിഷ ചോദിക്കും, "ഇക്ക, ഉമ്മ നമുക്ക് പുതപ്പ് തന്നിരുന്നല്ലോ, ഇപ്പോൾ എവിടെ?" അബ്ദുല്ലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ തന്റെ കുറച്ചു മാത്രം വസ്ത്രങ്ങൾ ആയിഷയ്ക്ക് ഇട്ടുകൊടുത്തു. താൻ തണുത്തു വിറച്ച് ആ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. അബ്ദുല്ലയുടെ പാദങ്ങൾ മുള്ളും കല്ലും തറച്ച് ചോര പൊടിയുമായിരുന്നു. പക്ഷേ ആയിഷയുടെ കാലിൽ ഒരു മുറിവ് പോലും ഉണ്ടാവാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അപമാനത്തിന്റെ കയ്പുനീർ. ഒരിക്കൽ പഴയ വസ്ത്രങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഒരു സമ്പന്നൻ അവരെ വിളിച്ചു. ചെന്നപ്പോൾ അവർക്ക് കിട്ടിയത് പഴയ വസ്ത്രങ്ങളല്ല, പകരം ഒരുപാട് ജോലികളാണ്. ആ പാവം കുട്ടികളെ കൊണ്ട് കഠിനമായ പണികൾ ചെയ്യിപ്പിച്ചു. ആയിഷയ്ക്ക് അലക്കി തീർക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അയാൾ അവളെ ശകാരിച്ചു. അന്ന് അബ്ദുല്ലയുടെ മുൻപിൽ വെച്ച് അയാളുടെ അടിയേറ്റ് വീണ ആയിഷയുടെ മുഖം കണ്ടപ്പോൾ അബ്ദുല്ലയുടെ ഉള്ളിലെ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രം അവനെ പിടിച്ചു നിർത്തി. അല്ലെങ്കിൽ ആ നിമിഷം അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഖബറിനരികിലെ പ്രാർത്ഥന. രാത്രികളിൽ ആരുമറിയാതെ അവർ ഉമ്മയുടെ ഖബറിനരികിൽ പോയിരിക്കും. "ഉമ്മ, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളെ ആരും നോക്കാനില്ല" എന്ന് പറഞ്ഞ് അവർ മണിക്കൂറുകളോളം കരയും. അബ്ദുല്ല അവിടെ ഇരുന്ന ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ ഓതും. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഉമ്മ പഠിപ്പിച്ച പാഠങ്ങൾ അവർക്ക് വലിയൊരു കൈത്താങ്ങായിരുന്നു. വിശപ്പടക്കാൻ വകയില്ലാത്തപ്പോഴും മോഷണത്തിലേക്കോ അധാർമികതയിലേക്കോ അവർ തിരിഞ്ഞില്ല. ഉമ്മയുടെ ഖബറിനരികിലെ മണ്ണിൽ മുഖം ചേർത്ത് അവർ പറയുമായിരുന്നു, "ഉമ്മ, ഞങ്ങൾ മോശക്കാരാവില്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നു." തളരാത്ത പൊരുത്തം. അവരുടെ ജീവിതം ഒരു തീക്ഷ്ണമായ അഗ്നിപരീക്ഷയായിരുന്നു. പുറത്തുള്ളവർ കണ്ടത് 2 അനാഥരെയാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു. ഓരോ നേരവും അവർ അനുഭവിച്ച വേദനകൾ അവരുടെ ഹൃദയത്തെ ഉരുക്കി വാക്കുകളാക്കി മാറ്റി. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അവർ അള്ളാഹുവിനോട് സുജൂദ് ചെയ്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ആകാശം മുട്ടിയിരുന്നു. ഒടുവിൽ അവരുടെ ക്ഷമ അള്ളാഹു കണ്ടു. കഠിനമായ അധ്വാനത്തിലൂടെ അവർ ആ ദുരിതക്കയത്തിൽ നിന്ന് കരകയറി. പക്ഷേ ആ പഴയ ഓടിട്ട വീടിന്റെ ഓർമ്മയും വിശന്നു കരഞ്ഞ രാവുകളും ഉമ്മയുടെ മണ്ണടിഞ്ഞ ഖബറും അവരുടെ ജീവിതത്തിലെ മായാത്ത മുറിവുകളായി അവശേഷിച്ചു. പിന്നീട് ആ ഗ്രാമത്തിലെ ഒരു ചെറിയ പണ്ഡിത സദസ്സ് അബ്ദുല്ലയുടെയും ആയിഷയുടെയും സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങി. മാറ്റത്തിന്റെ നാളുകൾ. പള്ളിയുടെ സഹായത്തോടെ അബ്ദുല്ലയും ആയിഷയും ഒരു അനാഥാലയത്തിൽ ചേർക്കപ്പെട്ടു. അവിടെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും ലഭിച്ചു. പക്ഷേ അവരുടെ മനസ്സ് എപ്പോഴും ആ പഴയ വീടിന്റെ തകർന്ന ഭിത്തികളിലും ഉമ്മയുടെ ഖബറിലുമായിരുന്നു. പഠനത്തിൽ അബ്ദുല്ല അതീവ ശ്രദ്ധാലുവായി. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ അവന്റെ ഹൃദയത്തെ തണുപ്പിച്ചു. അവസാനത്തെ വിജയം. വർഷങ്ങൾക്കിപ്പുറം അബ്ദുല്ല ഒരു വലിയ പണ്ഡിതനായി മാറി. ആയിഷ ഒരു ഡോക്ടറുമായി. അവർ ആദ്യം ചെയ്തത് തകർന്നു കിടന്ന ആ പഴയ വീട് പുതുക്കിപ്പണിത് ഒരു മദ്രസയാക്കി മാറ്റുക എന്നതായിരുന്നു. നാട്ടിലെ അനാഥരായ കുട്ടികൾക്ക് അവിടെ സൗജന്യമായി ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി. ഉമ്മ മരിച്ച ആ പഴയ മഴയുള്ള രാത്രി അവർ ഇന്നും ഓർക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ ഓർമ്മകൾ സങ്കടമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തെളിവുകളാണ്. അവർ മനസ്സിലാക്കി, ഒരു വാതിൽ അടയുമ്പോൾ 1000 വാതിലുകൾ അള്ളാഹു നമുക്കായി തുറന്നു തരുന്നു. ഇന്ന് അവർ ഉമ്മയുടെ ഖബറിനരികിൽ പോകുമ്പോൾ സങ്കടത്തോടെയല്ല, മറിച്ച് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അള്ളാഹുവിനു വേണ്ടി പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങിയതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ്. ആ പരീക്ഷണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തങ്ങൾ ഇന്നത്തെ ഈ പക്വതയിലെത്തില്ലായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. അള്ളാഹുവിന്റെ തണലിൽ അവർ ശാന്തമായി ജീവിക്കുന്നു. ഇതാണോ നിങ്ങൾ പോലെ നിങ്ങളും ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്.